ഹലോ മൈ ഡിയേഴ്സ്, നമുക്കിന്ന് രണ്ടാം ദിവസത്തെ പ്രവർത്തനങ്ങളാണ് തന്നിട്ടുള്ളത്. ആദ്യത്തെ പ്രവർത്തനം കൂട്ടങ്ങളാക്കാം. അപ്പം ഇവിടെ തന്നതെന്താ നോക്കാം. നമുക്ക് 20-ന് 10-ൻ്റെ കൂട്ടമായിട്ട് എങ്ങനെ എഴുതാം? 10ഉം 10ഉം. ഇനി 20-ന് വേറെ രീതിയിൽ എഴുതാം. 11ഉം 9ഉം. ഇവിടെയോ 12ഉം 8ഉം. അങ്ങനെ കൂട്ടങ്ങളാക്കി എഴുതുക. അടുത്തത് 18 പൂക്കളിൽ പകുതി എണ്ണം മീനുവിന് കൊടുക്കുന്നു. 18 എണ്ണത്തിൽ പകുതി മീനുവിന് കൊടുത്ത ബാക്കി എത്രയാ? 9, അല്ലേ? ഇനി എന്തെല്ലാം പറഞ്ഞിരിക്കാം? മുത്തശ്ശിയും കുട്ടികളും ഉണ്ട്. അപ്പോൾ ഋതിക, മുത്തശ്ശി ഇതാരാണെന്ന് മനസ്സിലായോ? മുത്തശ്ശി ഇല്ല. അപ്പോൾ ഋതിക എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഇതെൻ്റെ കൂട്ടുകാരിയാണ് മുത്തശ്ശി. ആഹാ, എന്താ മോളുടെ പേര്? അവളുടെ പേര് ചിന്നു. ചിന്നു, എവിടെയാണ് വീട്? എൻ്റെ വീട് അങ്ങ് ദൂരെയാ. മുത്തശ്ശി, അതെയോ? അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്? പലതും ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് വേറെ രീതിയിലായിരിക്കും. എന്തായാലും കുഴപ്പമില്ല, പക്ഷേ എഴുതുമ്പോൾ അക്ഷരത്തെറ്റില്ലാതെ എഴുതണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. അടുത്തത് പ്രവർത്തനം 8, നന്നായി വളരാൻ. നല്ല ആരോഗ്യത്തിന് നാം കഴിക്കേണ്ട ആഹാര സാധനങ്ങൾക്ക് സ്മൈലി കൊടുക്കാൻ. അപ്പോൾ പാല് നല്ലതാണ്, അല്ലേ? അത് സ്മൈലി വേണം. പിന്നെ അതുപോലെ തന്നെ പഴങ്ങൾ സ്മൈലി വേണം. ഷവർമ്മക്ക് വേണോ? വേണ്ട. പച്ചക്കറിക്ക് സ്മൈലി വേണം. ഐസ്ക്രീമിന് വേണോ? വേണ്ട. ഇനി അരി ഗോതമ്പിന് സ്മൈലി വേണ്ടേ? യെസ്, നല്ലതാണ്, നമ്മൾ കഴിക്കേണ്ട ഭക്ഷണമാണ്. അപ്പോൾ അതിന് സ്മൈലി. മീനും മുട്ടയും എല്ലാം വേണമല്ലോ, അതിനും സ്മൈലി. ഇനി കൂട്ടത്തിൽ പെടാത്തതിന് വട്ടത്തിലാക്കൂ. പഴം, പൈനാപ്പിൾ, ബർഗർ, ആപ്പിൾ, ക്യാരറ്റ്. ഏതാ കൂട്ടത്തിൽ പെടാത്തത്? ബർഗർ അല്ലേ? നല്ല ഭക്ഷണമല്ല, ജങ്ക് ഫുഡാണ്. ഇനി അടുത്തത് കഥ എഴുതാം. ഒരു പെൻസിൽ ഇതാണ്ട് അങ്ങനെ പറന്നു പോകുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഈ ഒരു കഥ? ഈ കഥ നിങ്ങൾ നിങ്ങളുടേതായ വാക്യത്തിൽ എഴുതുക. അതെന്തായാലും കുഴപ്പമില്ല, നല്ലൊരു തലക്കെട്ട് വേണം. പിന്നെ വാക്യങ്ങൾ എന്താണ് ഇത്, എന്താ ഇതാരാണ്, ഈ കുട്ടി ആരാ, ആദ്യം അത് എഴുതാം. ചിന്നു എന്താണ്? ഒരു ചിത്രകാരിയായിരിക്കും, അല്ലേ? അപ്പം മിന്നു നന്നായി ചിത്രം വരക്കുന്ന ഒരു കുട്ടിയാണ്. അവളൊരു ദിവസം ഒരു മതിലിൽ പറക്കുന്ന പെൻസിൽ വരച്ചു. അപ്പോൾ പെൻസിൽ പറന്നു പോയി. മിന്നുവിന് സന്തോഷമായി. ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്കാവുന്ന ചെറിയ 4 വരിയുള്ള കഥ മതി. പക്ഷെ അതിലെന്തുണ്ടാവാൻ പാടില്ല? അക്ഷരത്തെറ്റൊന്നും ഉണ്ടാവാൻ പാടില്ല. പിന്നെ കഥക്ക് അനുയോജ്യമായ ഒരു തലക്കെട്ടും കൂടെ കൊടുത്താൽ നമ്മളെ കഥ അടിപൊളിയായി ഫുൾ മാർക്ക് കിട്ടി. ഇത്രയേ ഉള്ളൂ പറയാൻ. സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ.